അതായത് നമ്മൾ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത് ബോധത്തിലൂടെ അല്ല എങ്കിൽ അവിടെ നിന്ന് എപ്പോഴും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അത് ആരോഗ്യമുള്ളൊരു ശരീരം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ആ ശരീരം കൊണ്ട് തന്നെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം നമ്മുടെ ജീവൻ നമുക്ക് നൽകിയതാണ് കണ്ണ്, മൂക്ക്, വായി, ഇതൊക്കെ അല്ല നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും. പക്ഷെ ആ ശരീരഭാഗങ്ങളെ തന്നെ നമ്മൾ ബോധത്തോടെ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പം നമ്മൾ കണ്ണിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, കണ്ണ് ബോധത്തോടെയല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ കാണേണ്ടി വരും. അനാവശ്യമായ പല കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും, അറിയേണ്ടി വരും. ഇതാണ് പിന്നെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. പലതരത്തിലുള്ള ചിന്തകളും ഒക്കെ ആക്കുന്നത് ഈ തരത്തിൽ അനാവശ്യമായ കാര്യങ്ങളാണ്. അതെന്തുകൊണ്ട്? അത് നമ്മൾ ബോധത്തിലല്ല അതുമായിട്ട് അതിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. എല്ലാ കാര്യങ്ങളും അത് തന്നെയാണ്. അതിലെ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമൊന്നുമില്ല. ബുദ്ധി നമ്മൾ ബോധത്തിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ബുദ്ധി കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഈ കമൻറ്റിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിലവർ എക്സാമ്പിളായിട്ട് ചോദിക്കുന്നത് മൊബൈൽ ഫോണാണ്. ബുദ്ധി ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയത്, അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ടല്ലോ, പിന്നെ അതെങ്ങനെ ഒരു പ്രശ്നമായിട്ട് മാറുക? ആക്ച്വലി ആ മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുമുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ ബോധപൂർവമല്ല നമ്മൾ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവും, നമുക്ക് അഡിക്ഷൻ ഉണ്ടാവും. നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് എന്താ, മൊബൈൽ നല്ലപോലെ ആക്ടിവേറ്റ് ആവും, പക്ഷേ നമ്മളുടെ ശരീരം അവിടെ ബോറടിയും അലസതയിലേക്കും കൊണ്ടുപോകും. അല്ലെ, നമ്മളുടെ ആവശ്യങ്ങൾ പോലും നമ്മൾ ചെയ്യാതെ, നമ്മളുടെ റിക്വയർമെൻറ്റ്സ് പോലും നമ്മൾ നിറവേറ്റാതെ നമ്മളൊരു ഭാഗത്ത് മൊബൈൽ ഫോണിൻ്റെ അഡിക്റ്റായി ഐസൊലേറ്റഡ് ആയി പോകും. പലരുമായിട്ട് അസോസിയേഷൻ ഉണ്ടാവില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഇതൊക്കെയാണ് മൊബൈൽ ഫോണിൻ്റെ പ്രോബ്ലംസ്. അതെന്തുകൊണ്ടാണ്? മൊബൈൽ ഫോൺ നമ്മൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് സംഭവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മളുടെ കഴിവുകളായാലും നമ്മളുടെ ബുദ്ധി ആയാലും നമ്മളുടെ സൗഭാഗ്യങ്ങളായിക്കഴിഞ്ഞാൽ എന്തും ആയിക്കോട്ടെ, ഇത് നമ്മൾ ബോധം യൂസ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും അതുകൊണ്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. താൽക്കാലികമായിട്ട് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെങ്കിലും ആ പരിഹാരത്തിലൂടെ തന്നെ അടുത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അത് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ മതി. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒരുപാട് അനലൈസ് ചെയ്ത് ചിന്തിച്ചിട്ട് പല തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പം ആ തീരുമാനം കൊണ്ട് തന്നെ നമ്മൾ കഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതം തന്നെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിവേകത്തോടെ അല്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ.